ലോകമെമ്പാടും വ്യാപാര യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ അമേരിക്കയെ പ്രതിരോധിക്കാൻ ചൈന മറുപണിയുമായിട്ട് രംഗത്തിറങ്ങി. ഇതിലിപ്പോൾ അമേരിക്ക ജയിക്കുമോ ചൈന ജയിക്കുമോ? ഇതിനകത്തിപ്പം അമേരിക്ക ജയിച്ചാലും ചൈന ജയിച്ചാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഇന്ത്യയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമേരിക്ക 145% ചൈനയ്ക്ക് ഒരു പിന്നെ പ്രയോഗിച്ചിരിക്കുന്ന പകരച്ചുങ്കം താരിഫ്. തിരിച്ച് ചൈന 125% അമേരിക്കയ്ക്കും പ്രഖ്യാപിച്ചു. അവിടെ വെച്ച് ചൈന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇനി കൂട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ രണ്ടായാലും ഇപ്പം അമേരിക്കയിൽ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ചൈനീസ് ഉൽപ്പാദനം. കാരണം അമേരിക്കയുടെ മിക്ക സംഗതികളും അവിടുത്തെ ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിൽ ഈ പിന്നെ ശില്പങ്ങൾ കൊടുക്കും. ആ ശില്പങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കയിൽ അത്രമാത്രം ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ അമേരിക്കൻ വിപണിയിൽ ഈ ചൈന പിന്മാറുന്നതോടുകൂടി വലിയൊരു ഇളക്കവും മാറ്റവും ഉണ്ടാവും എന്നുള്ള സംശയമില്ല. മാത്രമല്ല ഇപ്പോൾ 145 രൂപ അധിക ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അമേരിക്കക്കാരനാണ് ബാധിക്കുന്നത്. കാരണം 100 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം 245 രൂപയ്ക്ക് വാങ്ങാൻ അവർ നിർബന്ധിതരാകുക ചെയ്യുന്നത്. അങ്ങനെ ആരും വാങ്ങുകയില്ല. അപ്പം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം അവിടെ ഉലയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയ്ക്ക് അമേരിക്കയിലേക്ക് അയച്ചുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരും. ആ കെട്ടിക്കിടക്കുന്ന അവസ്ഥ അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ചൈന ഇന്ത്യയുമായിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്നുകൊണ്ട് അമേരിക്കയെ നേരിടാം എന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഷീ ജിൻപിങ് പല രീതിയിൽ. പക്ഷേ ഇന്ത്യ അതിനകത്ത് വീണിട്ടില്ല. മാത്രമല്ല ഇന്ത്യ അമേരിക്കയുമായിട്ടൊരു കോൺഫ്രണ്ടേഷൻ്റെ ലെവലിലേക്ക്, ഏറ്റുമുട്ടലിൻ്റെ ലെവലിലേക്ക് പോകുന്നില്ല. ഇന്ത്യ അമേരിക്കയുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കാനാണ് അത് തകൃതിയായ ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അനുകൂലമായ ഘടകം ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദവും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭീതി എന്ന് പറയുന്ന സംഗതി വളരെ ന്യായമായ ഭീതിയാണ്. കാരണം ഈ ചൈനയിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ അത് അവർക്ക് അവിടെ ഇട്ടേക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഡംപ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഡംപിങ് എന്ന് പറഞ്ഞൊരു സംഗതി. അത് ഈ വ്യാപാരത്തിലുള്ളൊരു സംഗതിയാണ് ഡംപിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചൈനയിൽ 3 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഉൽപ്പന്നം, ഈ ഉൽപ്പന്നത്തെ ഇന്ത്യയിൽ കൊണ്ട് 2 രൂപയ്ക്ക് ലഭ്യമാക്കുന്നു. ഇതാണ് ഡംപിങ്ങിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ തദ്ദേശീയരായ ഈ നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ചിലവാകാതെ പോകും. അതെല്ലാ കാലത്തും ചൈന പ്രയോഗിക്കുന്ന തന്ത്രമല്ലേ? അതായത് അവർ ബൾക്കായിട്ട് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, എന്നിട്ട് തദ്ദേശീയ മാർക്കറ്റിനെ തകർത്തുകൊണ്ട് വില കുറച്ച്, ചൈനീസ് മൊബൈലിന്റെ കാര്യത്തിലായിക്കോട്ടെ, വാഹനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടല്ലേ ഇപ്പം പറയുന്നത്, ഇപ്പം BYD കാറ് തുടങ്ങാമെന്ന് പറയുന്നത്. ഞങ്ങളുടെ കുറേ നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കാമെങ്കിൽ ചൈനയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം തരാമെന്നൊക്കെ പീയൂഷ് ഗോയൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പം $1 ബില്യൺ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൈന തയ്യാറാണ്. പക്ഷേ ചൈനയുടെ ഈ തന്ത്രം മറ്റു പല രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ അത് സമ്മതിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? അല്ല, ഇന്ത്യ ഇപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡംപ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ആൻറ്റി ഡംപിങ് മെഷേഴ്സ് ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പം അവിടെ നിന്ന് ഇപ്പം തന്നെ കഴിഞ്ഞ ഈ മാസം തന്നെ 6 ഉൽപ്പന്നങ്ങൾക്ക്, ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തി കഴിഞ്ഞു, അധിക നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ അത് ചൈന അറിഞ്ഞ ലക്ഷണം കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് ചൈനയ്ക്കിപ്പം ലഭ്യമാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ 6 ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കൂട്ടിയ താരിഫ് ചൈന കണക്കിലെടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ അത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് സാധനം. അതേസമയത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഏതാണ്ട് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 75% ബന്ധങ്ങൾ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 25% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പം വളരെ പ്രിക്കേരിയസ് ആയിട്ടുള്ള, വളരെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നിൽക്കുന്നത്. മോശമാണോയെന്ന് ചോദിച്ചാൽ അല്ല, മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മെച്ചപ്പെടുന്നുണ്ട്, നല്ല രീതിയിലാണെന്ന് വെച്ചാൽ അതുമല്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അപ്പോൾ ഈ ആൻറ്റി ഡംപിങ് മെഷേഴ്സിലൂടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഈ ഡംപിങ്ങിനെ നേരിടാനാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ 3 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഉൽപ്പന്നം ഇവിടെ 2 രൂപയ്ക്ക് കൊണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യമാകാത്ത വിധം ഇപ്പോൾ 3 രൂപയ്ക്ക് അവിടെ ചൈനയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നം
കുറഞ്ഞതൊരു 3.5 രൂപയ്ക്കെങ്കിലും ഇന്ത്യയിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് താരിഫ് കയറ്റി കൊടുക്കുന്നു. അങ്ങനെ അതിനെ നേരിടാനുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൻ്റെ പല പല മാനങ്ങളിലേക്ക് ഇത് കടന്നു പോകും. അപ്പോൾ അവിടെ വീണ്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലും പിന്നെ ഉരച്ചിലുണ്ടാവും. ആ ഉരച്ചിൽ മറ്റ് ഇതുവരെ നമ്മളുടെ റിപ്പയർ ചെയ്ത ബന്ധത്തിനെ അത് ബാധിക്കുന്ന അവസ്ഥ വരും. അത് ചൈന, റഷ്യ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളുമായിട്ട് നമ്മളും അവരുമായിട്ടെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ റഷ്യയുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ നമുക്ക് ഇന്ത്യക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെയും ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ലേശം അയഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിന് മനസ്സിലായി ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ടാണ് ട്രംപ് 90 ദിവസത്തേക്ക് ഒരു ഇൻ്റർവെൽ, ഒരു ഇടവേള അനുവദിച്ചിട്ടുണ്ട്. ആ ഇടവേള അനുവദിച്ചുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായിട്ടാണ് ആപ്പിൾ ഏതാണ്ട് 15 ലക്ഷം മൊബൈലാണ് ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയിലേക്ക് കടത്തിയത്. കാരണം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ഒരു അനിശ്ചിതത്വമാണ്. ട്രംപ് ഏത് സമയം എപ്പം എങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പം ട്രംപ് ഈ 3 മാസം ഇടവേള പ്രഖ്യാപിച്ചിട്ടുണ്ട് ടാക്സ് ഈ താരിഫ് ഏർപ്പെടുത്തുന്നത്. എങ്കിലും ട്രംപ് ഏത് നിമിഷം ഇത് മാറ്റാം. അതുകൊണ്ടാണ് സാധാരണ ചെന്നൈയിലെ കസ്റ്റംസ് ക്ലിയറൻസിന് ഈ ആപ്പിളിൻ്റെ ഫോണൊക്കെ അയക്കുന്നതിന് 30 മണിക്കൂറാണ് സാധാരണ എടുക്കുക. പക്ഷേ അവർ ചെന്നൈ എയർപോർട്ട് അവരുടെ കസ്റ്റംസ് അതോറിറ്റീസായിട്ട് കൺസൾട്ട് ചെയ്ത് 6 മണിക്കൂർ കൊണ്ട് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്തിട്ടാണ് ഈ 15 ലക്ഷം മൊബൈൽ ഫോണുകൾ ഒറ്റയടിക്ക്. അതുമാത്രമല്ല രാത്രിയും പകലും ഞായറാഴ്ചയൊക്കെ നിന്ന് ആൾക്കാരുടെ പണിയെടുത്തിന് ആപ്പിളിൻ്റെ ചെന്നൈയിലെ പ്ലാന്റിൽ നിന്ന് പണിയെടുത്തിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഓരോ നിർമ്മാതാക്കളിലും ലോകത്തുള്ള ഈ വിവിധ രാജ്യങ്ങളിലും അവരുടെ ഉൽപ്പാദകരിലും ഏൽപ്പിക്കുന്ന ഈ ഒരു സംഘർഷം ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ രീതിയിൽ മാറി മറിയുമ്പോഴതിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അമേരിക്കൻ ജനതയാണ്. അമേരിക്കൻ ജനതയും അതോടൊപ്പം തന്നെ ഇപ്പം പുതിയ അലൈൻമെൻറ്റ് വരുന്നു. ഇപ്പോൾ യൂറോപ്പുമായിട്ട് ചൈനയും യൂറോപ്പും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല. പക്ഷേ എന്നാൽ ഇപ്പം ചൈനയും യൂറോപ്പും തമ്മിൽ വളരെ അടുത്തിരിക്കുന്നു. അതെ, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരും ഒക്കെ ചൈനയുമായിട്ട് കൂടുതൽ ചർച്ച വരുന്നു, മന്ത്രിമാർ വരുന്നു. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഓരോ മന്ത്രിമാരാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സ്പെയിനിലെ പ്രധാനമന്ത്രിയായിരുന്നു ചൈനയിലെത്തി ചർച്ച നടത്തുന്നു. അപ്പോൾ അങ്ങനെ യൂറോപ്പും ചൈനയും തമ്മിലൊരു പുതിയ ബാന്ധവം ഉണ്ടാകുന്നു. രണ്ടായാലും പഴയ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും ഇനി പിന്നെ നമ്മളുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് പഴയ അവസ്ഥയിലേക്ക് ഇനി പോകില്ല. കാരണം ചൈന അടുത്തൊരു ശ്രമം നടത്തുന്നത് അവിടെ ബൾക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി മെയ്ഡ് ഇൻ ആ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൈവാൻ ആയിക്കോട്ടെ, തായ്ലൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറ്റി അയക്കാം, ശ്രീലങ്ക എന്നൊക്കെ പറയാം. പക്ഷേ അതിന് തടയിടാനായിട്ട് ട്രംപ് അടുത്ത ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയെ ഒരു വിധത്തിലും തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, ട്രേഡ് വാറിൽ നിന്നെ ഞാൻ തകർക്കും എന്ന് കൃത്യമായിട്ട് ട്രംപ് പ്ലാൻ ചെയ്തിട്ട് മുന്നേറുകയല്ലേ? ട്രംപിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷേ ഇവിടെ പ്ലാനിങ് മുഴുവൻ നടത്തുന്നത് ചൈനയാണ്. കാര്യം ട്രംപ് ഇപ്പോഴും ഡിഗോ ഗാർഷ്യയിൽ കൊണ്ട് പിന്നെ പുതിയ ഫൈറ്റർ വിമാനങ്ങൾ B2 ബോംബർ ഡിഗോ ഗാർഷ്യ കൊണ്ട് ഇറക്കുന്നുണ്ട്. ഫിലിപ്പൈൻസിന് F-16 സപ്ലൈ ചെയ്ത് ഫിലിപ്പൈൻസിൻ്റെ അവിടെ സജ്ജമാക്കുന്നു. തായ്വാനിന് F-16 കൊടുത്തിട്ട് സജ്ജമാക്കുന്നു. അതേപോലെ തന്നെ ജപ്പാനിൽ പോയിട്ട് അവിടെ ഒരു വാർ കമാൻഡർ സംവിധാനം സൃഷ്ടിക്കുന്നു, കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു നമ്മുടെ ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ തയ്യാറെടുത്ത് വരുന്നതേ ഉള്ളൂ സാധനം. മറിച്ച് ചൈന ആൾറെഡി ഞങ്ങൾ ഇതിന് ഏത് യുദ്ധത്തിനാണെങ്കിലും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ആസൂത്രിതമായ രീതിയിൽ ഇപ്പോൾ വെസ്റ്റ് ചൈന സീയിലാണെങ്കിലും തായ്വാൻ്റെ പരിസരത്തൊക്കെ കിടന്ന മിലിറ്ററി അഭ്യാസങ്ങളാണ് ചൈന നടത്തുന്നത്. അപ്പം ഈ രീതിയിലൊരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു സാഹചര്യം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ട്രേഡ് വാർ വരുന്നത്. അപ്പോൾ ഈ ട്രേഡ് വാർ സത്യം പറഞ്ഞാൽ മറ്റ് പിന്നെ ഈ മിലിറ്ററി യുദ്ധത്തിൻ്റെ അവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് ട്രേഡ് വാർ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, റഷ്യ ഉക്രൈൻ വാർ വളരെ തകൃതിയായിട്ട് ഇപ്പം നാളെ സമാധാന കരാറുണ്ടാകും എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്ന സംഗതിയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല. അപ്പം ഓഫ്കോഴ്സ് സ്റ്റീവ് വിറ്റ്കോഫ് നമ്മളുടെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മധ്യേഷ്യയുടെ ചുമതലക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം
വീണ്ടും റഷ്യയിലെത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ ലോകം ശ്രദ്ധിക്കുന്നത് ഈ പിന്നെ വ്യാപാര യുദ്ധത്തിലേക്കാണ്. കാരണം അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഴുവൻ തകർന്നു, യൂറോപ്പിലെ തകർന്നു. കഴിഞ്ഞ ദിവസം അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതിന് മറ്റ് പല ഘടകങ്ങളും കാരണങ്ങളും കൊണ്ടാണ്. കാരണം ഇന്ത്യ ഇതിനകത്തൊരു മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റം ഈ ഏതാനും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വന്നതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ആ രീതിയിൽ പിടിച്ചു നിൽക്കുന്നത്. ഇന്ത്യയുടെ ഈ ഓഹരി കമ്പോളത്തിൽ ഇത്രയും വലിയൊരു ഡാമേജ് ഉണ്ടാകാതെ ലേശമെങ്കിലും ഇന്നലെ ഉയർച്ച കാണിച്ചതും അതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം അമേരിക്കൻ ജനത ഇത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ലോകം ഉറ്റുനോക്കിയിരിക്കുന്നത്. ഇപ്പം ഡെമോക്രാറ്റുകൾ പോലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവരും വളരെ സൈലൻസിലാണ്. ശക്തമായ ഒരു പ്രതിഷേധവും ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭമൊന്നും സംഘടിപ്പിക്കുന്നില്ല. അതേസമയത്ത് അമേരിക്കൻ ജനത മുഴുവൻ തെരുവിലാണ്. പ്രായമായിട്ടുള്ള പിന്നെ പെൻഷനേഴ്സ് ആണെങ്കിലും യുവാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ തന്നെ തെരുവിലാണ്. അതോടൊപ്പം ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഇലോൺ മസ്ക് ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മൊത്തത്തിലുള്ള ഒരു അനിശ്ചിതത്വവും അത് ഡോളറിൻ്റെ വില ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അമേരിക്കയുടെ ഒരു ആധിപത്യത്തിൻ്റെ തകർച്ച ഇതിനകത്ത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് പുതിയ കൂട്ടുകെട്ടുകളുടെ എമർജിങ്, പുതിയ കൂട്ടുകെട്ടുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതേപോലെ രാജ്യങ്ങൾ കുറേയും കൂടെ ശക്തമാകുന്ന അവസ്ഥ, ഇതൊക്കെയായിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ ട്രേഡ് വാറിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ ഒട്ടേറെ രാജ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ ട്രേഡ് വാറിൽ ഈ ട്രംപിൻ്റെ കാലിടർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പിന്നെ വാക്കുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഷീ ജിങ് പിങ്ങുമായിട്ട് എൻ്റെ സുഹൃത്താണെന്ന് അദ്ദേഹം പറഞ്ഞ് വീണ്ടും ഒരു ഡയലോഗിന് ക്ഷണിച്ചു. പക്ഷേ ഷീ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയുടെ ഒരു തകർച്ചയുടെ ഒരു ആധിപത്യ തകർച്ചയുടെ ഇതുവരെ ഉണ്ടായിരുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നിലനിർത്തിയിരുന്ന ആധിപത്യ സ്വഭാവത്തിന് ഒരു തകർച്ച വന്നിട്ടുണ്ട്. അത് ഭാവിയാണ് അത് ലോകത്തിന് എത്രമാത്രം ഗുണം ആണോ ദോഷമാണോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത്. ചിലപ്പോൾ ഗുണമായിട്ട് വരാം, ചിലപ്പോൾ ദോഷമായിട്ട് വരാം. ഇപ്പം പക്ഷേ ഇതെന്തായാലും മാറ്റത്തിൻ്റെ ഘട്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.